നേരം സദ്യ മയങ്ങിയിരുന്നു. കാർ വന്ന് നിന്നത് ഒരു ചെറിയ ഓട് വീടിന് മുമ്പിലാണ്. അനന്തൻ പുറത്തേക്ക് ഇറങ്ങി ഡോറിൽ ചാരി നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞതും വീട്ടിൽ നിന്ന് ദേവമാഷ് ഇറങ്ങി വന്നു. ദേവ് ഉള്ളിലേക്ക് നോക്കി കതക് ചാരി പുറത്തേക്ക് ഇറങ്ങി. എന്താ അനന്തൻ സാറേ പതിവില്ലാതെ ഈ നേരത്ത്? ദേവ് പറഞ്ഞു. പതിവില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ നേരം നോക്കാതെ കയറി വരേണ്ടി വരും. അവനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. അതിന് ദേവ് ഒന്ന് പുച്ഛിച്ചു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു എനിക്കും അവൾക്കും ഇടയിൽ കളിക്കരുതെന്ന്. ഞാൻ കളിച്ചതല്ല അനന്തൻ സാറേ, അത് വിധിയാണ്. വിധി നിന്റെ ഒടുക്കത്തെ വിധിയാകരുത്. അവളെ കാണുമ്പോഴുള്ള നിന്റെ ഭാവം അതാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. ആഹാ ബെസ്റ്റ്. എന്നിട്ട് അവൾക്ക് മനസ്സിലായില്ല. അനന്തൻ സാർ ഇപ്പോൾ ഭാര്യ വിശ്വാസമില്ലാതെ വന്നതാണോ? അവളെ വിശ്വാസമില്ലാതല്ല, നിന്റെ വൃത്തികെട്ട ഈ സ്വഭാവം അവൾക്കറിയില്ല. അതുകൊണ്ട് നീ അവസരം മുതലെടുക്കരുത്. എടുത്താൽ അനന്തൻ നിന്നെ ഒന്നും ചെയ്യാതെ വിടുന്നത് ഭയന്നിട്ടല്ല. താലി കെട്ടി സിന്ദൂരം ചേർത്തി ഒരുത്തി എന്നെ കാത്തിരിക്കുന്നുണ്ട്, അതുമാത്രം ഓർത്ത. അനന്തൻ സിഗരറ്റ് നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടി. അവൻ ഡോർ തുറന്ന് കാറിൽ കയറി. പോട്ടെ മാഷി, ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. അനന്തൻ ചിരിയോടെ പറഞ്ഞതും ദേവമാഷ് ദേഷ്യം കൊണ്ട് കൈകൂട്ടി പിടിച്ച് തുടയിലിടിച്ചു. കാർ നീങ്ങിയതും അനന്തൻ്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു. അനന്തേട്ടന് മാഷിന് മുന്നേ അറിയോ? ഡ്രൈവർ ചോദിച്ചു. അനന്തൻ ഗൗരവത്തോടെ മൂളി. എങ്ങനെ? എൻ്റെ കൂടെ ഭ്രാന്താശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അവൻ പറയുന്നത് കേട്ട് ഡ്രൈവറുടെ കാല് ബ്രേക്കിൽ അമർന്നു. ഡ്രൈവർ അവനെ തിരിഞ്ഞു. അവൻ്റെ മുഖത്ത് അതേ ഗൗരവഭാവം. അനന്തൻ ഫോണെടുത്തു. ഹലോ അഖിലേ. മേലെടുത്ത് എത്തിയിട്ടും അനന്തൻ വീട്ടിൽ കയറിയില്ല. അനന്തേട്ടൻ കയറുന്നില്ലേ? ഇല്ലടാ, ഞാൻ കാറിൽ കിടന്നോളാം, നീ വിട്ടോ. അനന്തൻ കാറിൽ തന്നെ കിടന്നു. ഡ്രൈവർ അവനെ ഒന്ന് നോക്കിയിട്ട് ബൈക്കുമെടുത്ത് പോയി. രാവിലെ സത്യയാണ് ഭദ്രയെ വിളിച്ചുണർത്തിയത്. സത്യ അഖിൽ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഭദ്രവേഗ എഴുന്നേറ്റ് റെഡിയായി. ഹോ, ഇനി അത്ര ദൂരം നടക്കണമല്ലോ മഹാദേവ. അവൾ പിറുപിറുത്തുകൊണ്ട് ലഞ്ച് ബോക്സ് ബാഗിൽ എടുത്തു വെച്ചു. ഇളനീല സാരി ഭംഗിയായി ഞൊറിഞ്ഞെടുത്തിരുന്നു. കണ്ണുകളിൽ ചെറുതായി കരിമഷി എഴുതിയിരുന്നു. ഒരു ചുവന്ന പൊട്ടും നെറ്റിയിലെ സിന്ദൂരവും ഭദ്രയുടെ അഴക് എടുത്തു കാണിച്ചു. ഇറങ്ങുന്നേരം മുറ്റത്ത് നിന്നും ഒരു തുളസിയില എടുത്ത് ലാംഗിയുടെ ഒപ്പം നനഞ്ഞ മുടിയെ തിരുകി. ഭദ്ര നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. മേലെടുത്ത് ഗേറ്റെത്തിയതും ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഭദ്ര ഞെട്ടിപ്പോയിരുന്നു. അവളെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് മതിലിനോട് ചേർത്ത് നിർത്തി. ഭദ്ര പകച്ചു നിന്നു. എങ്ങോട്ടാടി ഓടിക്കൊണ്ട്? അത് രാവിലെ തന്നെ. ഭദ്രയുടെ തലക്ക് മുകളിലെ മതിലിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളോട് ചേർന്ന് നിന്നു. മുഖത്തേക്ക് അടിക്കുന്ന അവൻ്റെ നിശ്വാസം പോലും സ്വപ്നമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഭദ്ര അവളുടെ കയ്യിൽ ഒന്ന് നുള്ളി നോക്കി. വിദ്യയല്ല, സത്യമാണ്. അവൾ വായു പൊത്തിപ്പിടിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയാണ്. അനന്തൻ അവൻ്റെ ഭാര്യയെ നോക്കിക്കാണുകയായിരുന്നു. അവൻ കെട്ടിയ താലിയും സിന്ദൂരവും. തൻ്റെ ഭദ്ര, തൻ്റെ ഭാര്യ. കണ്ണു നിറച്ച് വായു പൊത്തി നിൽക്കുന്നവളെ അനന്തൻ ചിരിയോടെ നോക്കി നിന്നു. അവൾ കുറച്ചുകൂടെ ഭംഗി വെച്ചിരിക്കുന്നു. സിന്ദൂരവും താലിയും കൂടുതൽ ഭംഗി നൽകുന്ന പോലെ. ഭദ്ര അന്തം വിട്ട് നോക്കുന്ന കണ്ട് അനന്തൻ ചിരിയോടെ വീട്ടിലേക്ക് തലകൊണ്ട് കാണിച്ചു. അവിടെ വിലാസിനിയും ശങ്കരനും വിഷ്ണു ജാനുവമ്മയും ഉണ്ടായിരുന്നു. വിലാസിനിയുടെ കയ്യിൽ നിലവിളക്കും. ഭദ്ര എല്ലാം അത്ഭുതത്തോടെ നോക്കി. നീ കയറില്ലെന്ന് വാശി പിടിച്ചിട്ട് ഞാനും കയറിയിട്ടില്ല. ഇന്നലെ വരെ കാറിലാണ് കിടന്നത്, അനന്തൻ പറഞ്ഞു. ഭദ്ര അവനെ നോക്കി. ശരിയാണ്, അന്ന് ധരിച്ച ഷർട്ട് തന്നെയാണ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാ, അനന്തൻ അവളെ വിളിച്ചു. ഭദ്ര അനന്തൻ്റെ പുറകെ ഉമ്മറത്തേക്ക് ചെന്നു. വിലാസിനി പുഞ്ചിരിയോടെ അവൾക്ക് നേരെ വിളക്ക് നീട്ടി. ഭദ്ര പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് മേലെടുത്ത് പടി കയറി. പിറകെ അനന്തനും. വിലാസിനിയോടൊപ്പം അവൾ വിളക്ക് പൂജാമുറിയിൽ വെച്ചു തൊഴുതിറങ്ങി. അനന്തൻ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വിലാസിനി ഭദ്രയുടെ കയ്യിൽ പിടിച്ച് യാത്ര ചോദിക്കുമ്പോൾ അനന്തൻ സോഫയിലിരുന്ന് ചിരിക്കുന്നുണ്ട്. ശങ്കരനും വിലാസിനിയും വിഷ്ണുവും ഇറങ്ങി. പുറകെ ജാനുവമ്മയും ഭദ്രയുടെ അടുത്ത് വന്നു. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. ജാനുവമ്മയും ഭദ്രയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഭദ്രയുടെ ശരീരം ചെറുതായി വിറച്ചു. അവൾ തിരിഞ്ഞു നിന്ന് അനന്തനെ നോക്കി. സോഫയിൽ ചിരിച്ച് ഇരിക്കുന്നുണ്ട്. ആ ചിരിയിൽ എന്തോ പന്തികേട്. വിശക്കുന്നുണ്ട്, ഉപ്പുമാവ് കിട്ടുമോ? അവൻ്റെ മുഖത്ത് കുറച്ചു മുമ്പ് കണ്ട ചിരിയില്ലായിരുന്നു. ഭദ്ര തലയാട്ടി വേഗം അടുക്കളയിലേക്ക് നടന്നു. അരമണിക്കൂറിന് ശേഷം നല്ല ഉപ്പുമാവും ചട്നിയും ഉണ്ടാക്കി ചായയും ചൂടാക്കി അവൾ ഹാളിലേക്ക് നടന്നു. അനന്തൻ സോഫയിൽ കിടക്കുന്നുണ്ട്. കണ്ണുകളടച്ച് കൈ രണ്ട് തലയ്ക്ക് പുറകിൽ വെച്ചു. കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചു. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വളഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള പുരികക്കൊടികൾ, ഉയർന്നു നിൽക്കുന്ന മൂക്ക്, മേൽച്ചുണ്ടിനും പകുതിയും മറച്ചു നിൽക്കുന്ന മീശ, പിന്നെ നല്ല താടിയും. ഒരുപാട് കുറവുമല്ല, എന്നാൽ നല്ല കട്ടി താടിയുമല്ല. അത്യാവശ്യം കറുത്ത താടി. അതും അനന്തന് പ്രത്യേക അഴക് കൂടുന്നുണ്ട്.
ചുണ്ട് നല്ല നീളമുണ്ട്. ഇടതൂർന്ന തലമുടി ഇടതുഭാഗത്തേക്ക് ചീകി വച്ചിരിക്കുന്നു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. കഴിഞ്ഞു? അനന്തൻ കണ്ണടച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ഭദ്ര ഞെട്ടി. എന്ത്? നോക്കിക്കഴിഞ്ഞൂന്ന്? എങ്കിൽ കണ്ണ് തുറക്കാമായിരുന്നു, അനന്തൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് ഭദ്ര കണ്ണുകൾ ഇറുക്കി മൂടി. വിരലിൽ കടിച്ചെഴുന്നേറ്റതും ഇടതുകൈയിൽ പിടി വീണിരുന്നു. ഭദ്ര തലചരിച്ചു നോക്കി. ആനന്ദൻ അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണുകൊണ്ട് അടുത്തിരിക്കാൻ കാണിച്ചു. ഭദ്ര ചെറിയ വിരലോടെ മെല്ലെ അവൻ്റെ അടുത്തിരുന്നു. ആനന്ദൻ അവളുടെ കൈ അവൻ്റെ ഇടനെഞ്ചിന് മീതെ വെച്ചു. വലത് കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ഭദ്രയ്ക്ക് കൃത്യമായി അവൻ്റെ ഹൃദയമിടിപ്പ് അറിയാം. വളരെ വേഗത്തിൽ മിടിക്കുന്നു. അവൾ വലത് കൈ കൊണ്ട് സ്വന്തം നെഞ്ചിൽ വെച്ചു നോക്കി. തൻ്റെ അവസ്ഥയും മറിച്ചല്ല. ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നു. ആനന്ദൻ കണ്ണുകൾ തുറന്നു. അവളുടെ കൈ നെഞ്ചിലേക്ക് അമർത്തി. ഇതാണ് നീ അടുത്തു വരുമ്പോൾ എൻ്റെ അവസ്ഥ. ആനന്ദൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഭദ്ര അവനെ തന്നെ നോക്കി. ആനന്ദൻ കൈവിട്ട് വേഗം എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. കുളിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. കുറച്ചുനേരം കൂടി അവിടെ നിന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് അല്ല ഫസ്റ്റ് ഡേ നടത്തിയനെ. പെണ്ണിൻ്റെ കണ്ണ് കൊത്തി വലിക്കുന്ന പോലെ ആനന്ദൻ തലതോർത്തിക്കൊണ്ട് വേഗം ഇറങ്ങി. ഭദ്ര ഭയങ്കര ആലോചനയിലാണ്. ആനന്ദേട്ടൻ പറഞ്ഞത് ശരിയാണ്. ആനന്ദേട്ടൻ അടുത്ത് വരുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. ഇപ്പോൾ പൊട്ടിപ്പോവും എന്ന പോലെ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. വസ്ത്രം മാറി ഹാളിൽ ചെല്ലുമ്പോൾ പെണ്ണിനെ അവിടെയൊന്നും കണ്ടില്ല. അടുക്കളയിൽ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് ചെന്നു. സ്ലാബിൽ ചാരി നിൽക്കുന്നുണ്ട്. ചായ ചൂടാക്കുകയാണ്. ആനന്ദൻ ചുമരിൽ ചാരി അവളെ നോക്കി നിന്നു. എത്ര വർഷങ്ങളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോഴും സ്വന്തമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ തവണയാ ചായ ചൂടാക്കുന്നേ. ഓ! ആനന്ദൻ പുഞ്ചിരിയോടെ അവളുടെ പുറകിൽ ചെന്നു മുട്ടാതെ നിന്നു. നല്ല ചന്ദ്രിക സോപ്പിൻ്റെ മണം വന്നതും ഭദ്ര ഒന്ന് ഞെട്ടി. പുറകിൽ അവൻ്റെ സാമീപ്യം അവൾ മനസ്സിലാക്കി. ഹൃദയം വീണ്ടും ക്രമാതീതമായി മിടിക്കുന്നു. ഭദ്ര ഉമ്മിനീരിറക്കി. തിരിയണോ വേണ്ടയോ? ഭദ്ര അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടിട്ട് ആനന്ദിന് ചിരി വന്നു. ഭദ്ര തലതാഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. മുഖം ഉയർത്തി അവനെ നോക്കണമെന്നുണ്ട്. ആനന്ദൻ്റെ ഏത് ഭാവത്തിനും രണ്ടടി മുകളിലാണ് ഭദ്ര. ആനന്ദിന് ദേഷ്യമാണെങ്കിൽ അതിനിരട്ടി ദേഷ്യം ഭദ്രയ്ക്കുണ്ടാവും. അതവൾ ആനന്ദിനോട് കാണിക്കുകയും ചെയ്യും. പക്ഷെ ആനന്ദിൻ്റെ കണ്ണുകളിലെ പ്രണയം അത് ഭദ്രയെ വല്ലാതെ തളർത്തുന്നു. അവൻ്റെ നോട്ടത്തെ പോലും നേരിടാൻ കഴിയാതെ ഓടി ഒളിക്കാൻ തോന്നുന്നു. ഭദ്ര മെല്ലെ ഇടതുവശത്തൂടെ കടക്കാൻ നോക്കിയതും ആനന്ദൻ അവിടെ കൈവച്ചു. ഭദ്ര വലതുവശത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെയും രണ്ട് കൈകളും സ്ലാബിൽ വെച്ച്. അതിന് നടുവിലാണ് ഭദ്ര. അവൾ ഉമ്മിനീരിറക്കി. ഭദ്രയുടെ പേടിയും നാണം ആനന്ദൻ നന്നായി ആസ്വദിക്കുന്നുണ്ട്. എന്താ? ഭദ്ര മെല്ലെ ചോദിച്ചു. അവളുടെ നിശ്വാസം അവൻ്റെ നെഞ്ചിലടിച്ചു. ആനന്ദൻ കുനിഞ്ഞു നിന്ന് അവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്നു. വിശക്കുന്നു, പൊക്കോ, കൊണ്ടുവരാം. ആനന്ദൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഭദ്ര പിറകോട്ട് നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു. അവിടെ ഇനി സ്ഥലമില്ല, സ്ലാബാണ്. ആരെങ്കിലും കാണും. എന്ത്? നാണം കേട്ടു. ഭദ്ര വേഗം മുഖം തിരിഞ്ഞു നിന്നു. ആരും കാണില്ല. അവളുടെ കാതിനരികെ അവൻ്റെ നിശ്വാസം. ഭദ്ര ഒന്ന് വിറച്ചു. ഉള്ള് തുടികൊട്ടുന്നു. ആനന്ദന് അവളുടെ മുടിയിലെ ലാങ്കിപ്പൂവിൻ്റെ മണം മത്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി. അവൻ കണ്ണുകളടച്ച് അവളുടെ മുടിയിലേക്ക് മുഖം അടുപ്പിച്ചു. ഭദ്ര കൈവിരലുകൾ സ്ലാബിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ ശരീരം വിറച്ചു. പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടതും അവൻ പെട്ടെന്ന് പിൻവാങ്ങി ഹാളിലേക്ക് പോയി. ഭദ്ര അങ്ങനെ തന്നെ നിന്നു. ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ. അത് പഴയപടി അവൻ ഭദ്രയ്ക്കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അവൾ നെഞ്ചിൽ കൈയമർത്തി. ഭദ്രേ! ആനന്ദിൻ്റെ വിളി വന്നപ്പോൾ അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. ഭദ്രയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ! രാഗിണി കണ്ണുനീർ വന്ന പുഞ്ചിരിയോടെ ഹാളിൽ നിൽക്കുന്നു. അമ്മേ! ഭദ്ര വേഗം ഓടിച്ചെന്ന് രാഗിണി കെട്ടിപ്പിടിച്ചു. രാഗിണി തിരിച്ചും. രണ്ടാളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. നീ ചെയ്തതാ ശരി. ഇല്ലെങ്കിൽ ആ കിളവൻ്റെ കൂടെ എൻ്റെ മോള്. ആരെന്തൊക്കെ തീരുമാനിച്ചാലും ഈശ്വരൻ ഒരാൾ തീരുമാനിച്ചതേ നടക്കൂ. ഇതാണ് നിന്റെ വിധി. അവൾ കണ്ണീരോട് പറഞ്ഞുകൊണ്ട് കവറിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് നീട്ടി. ഭദ്ര അത് സംശയത്തോടെ വാങ്ങി തുറന്നു നോക്കി. ഒരു ചെയിനും ഒരു നെക്ലസും 6 വളയും ഒരു ജിമിക്കി പിന്നെ ഒരു ജോഡി പാദസരവും. ഭദ്ര അമ്മയെ തലയുയർത്തി നോക്കി. ഇതൊക്കെ ശരണ്യയുടെ അല്ലേ? ആര് പറഞ്ഞു? നിനക്ക് നിന്റെ മുത്തച്ഛൻ നൽകിയതാ. എൻ്റെ കയ്യിലാ അത് സൂക്ഷിക്കാൻ തന്നത്. രാഘവേട്ടനാ പറഞ്ഞത് ഇത് നിന്നെ വേഗം ഏൽപ്പിക്കാൻ. രാഗിണി പറയുന്നത് കേട്ട് ഭദ്ര ആനന്ദനെ നോക്കി. സോഫയിൽ ഫോണും പിടിച്ച് ഇരിക്കുകയാണ്. ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഭദ്ര ബോക്സ് വാങ്ങി. അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. കഴിച്ചിട്ട് പോവാം അമ്മായി, ഞാൻ കൊണ്ടുവിടാം. ആനന്ദൻ ഫോൺ മാറ്റിവെച്ച് അവരെ നോക്കി പറഞ്ഞു. ഏയ് വേണ്ട മോനെ, വേഗം ചെല്ലണം. രാഗിണി എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. ഭദ്ര ഒന്നുകൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. വിഷമിക്കേണ്ട, അമ്മ ഇടയ്ക്കിടെ വരാം, രാഗിണി പറഞ്ഞു. ഭദ്ര പുഞ്ചിരിയോടെ തലയാട്ടി.
രാഗിണി പുറത്തേക്ക് ഇറങ്ങി. കൂടെ അനന്തനും. ഏറ്റെത്തിയതും അവരൊന്ന് നിന്ന് അനന്തന് തിരിഞ്ഞു നോക്കി. പാവ അവള്, ഇത്തിരി ഒച്ചപ്പാടും വാശിയും ഉണ്ടെന്നുള്ളൂ. എൻ്റെ കുട്ടിയെ നോക്കിക്കോണേ. അനന്തൻ തലയാട്ടി. രാഗിണി സാരിത്തുമ്പ് കൊണ്ട് കണ്ണു തുടച്ച് വേഗം നടന്നു. സാധുവായ ഒരമ്മ. അവൻ്റെ ഉള്ളിലേക്ക് കയറി. ഭദ്ര അവിടെങ്ങും കാണാനില്ല. അടുക്കളയിൽ നോക്കി, അവിടെയുമില്ല. അവൻ അടുക്കള ഭാഗത്തൂടെ പിന്നിലേക്ക് ഇറങ്ങി. അടുക്കളയുടെ പിറകിൽ ഒരു മാവുണ്ട്. അതിനടുത്ത് പോയി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആനന്ദൻ അടുത്തേക്ക് ചെന്നപ്പോൾ അടക്കി പിടിച്ച വിതുമ്പൽ കേൾക്കാം. ഭദ്രേ. ആനന്ദൻ തോളിൽ കൈവച്ചതും ഭദ്ര വേഗം കണ്ണു തുടച്ച് തിരിഞ്ഞു നിന്നു. അനന്തേട്ടന് കഴിക്കാൻ എടുക്കാം. ഭദ്ര അവനെ നോക്കാതെ വേഗം ഉള്ളിലേക്ക് കയറി. ഭദ്രയുടെ മനസ്സിൽ ഇനിയും ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് തോന്നിയ അനന്തന് അന്ന് വേണു കൈവച്ച പോലെ പലതവണ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഭദ്ര എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അമ്മയോട് പോലും ഒന്നും പറയുന്നില്ല. അവൻ ആലോചനയോടെ ഉള്ളിലേക്ക് കയറി. ഭദ്ര മുഖം കഴുകിയിട്ടുണ്ട്. മൂക്ക് ചാമ്പയ്ക്ക് കണക്കി ചുവന്നിരിക്കുന്നു. നെറ്റിയിൽ ചന്ദനം വീണ്ടും നനഞ്ഞു കാണാതായി. കണ്ണെല്ലാം പാതി കരി പടർന്നിരിക്കുന്നു. ഭദ്ര വേഗം അനന്തന് കഴിക്കാൻ വിളമ്പി. നീ കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കാം. എന്തിന്? ഇവിടെ ഇരിക്കെ. അനന്തൻ അവളുടെ കയ്യിൽ പിടിച്ചിരുത്തി അവൾക്ക് വിളമ്പിക്കൊടുത്തു. വേഗം കഴിക്കി, നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? ഭദ്ര നെറ്റി ചുളിച്ചു. പറയാം. അനന്തൻ വേഗം കഴിച്ചു എഴുന്നേറ്റു. ഭദ്രയും അവളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചു. ഭദ്രേ. കഴുകാനെടുത്ത പാത്രം സിങ്കിലിട്ടിട്ട് അവൾ ഹാളിലേക്ക് ചെന്നു. വാ പോവാം. അത് പാത്രം കഴുകാനുണ്ട്. അത് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നീ വേഗം വാ. അവൻ ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു. ഭദ്ര തലയാട്ടി. നനഞ്ഞ കൈ സാരി തുടച്ചു. ഡ്രസ്സ് മാറുന്നില്ലേ? ഇത് മതി. ഡോറടച്ചിട്ട് വാ. അനന്തൻ പോർച്ചിൽ നിന്ന് കാർ പുറത്തേക്ക് ഇറക്കി. ഭദ്ര ഡോറടച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി. കാറിൻ്റെ ഡോർ തുറന്ന് കയറി. അനന്തൻ കാറ് മുന്നോട്ടെടുത്തു. കവല കഴിഞ്ഞും കാർ മുന്നോട്ട് പോയി. അത് കണ്ട് ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിരിപ്പാണ്. ടൗൺ എത്തി കുറച്ചുകൂടെ മുന്നോട്ട് പോയതും ഒരു തുണിക്കടയ്ക്ക് മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് അനന്തൻ ഇറങ്ങി. പുറകെ ഭദ്രയും. ഭദ്ര തുണിക്കടയുടെ പേര് നോക്കി. അംബിക ടെക്സ്റ്റൈൽസ്. അവൾ അത്ഭുതത്തോടെ അനന്തനെ നോക്കി. ഇത് സ്വന്തമാണോ? അനന്തൻ മൂളിക്കൊണ്ട് മുണ്ടിൻ്റെ ഒരു തുമ്പ് കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് കയറി. എല്ലാവരും അവനെ നോക്കുന്നുണ്ട്. അനന്തനെ കണ്ടതും മാനേജർ ഓടി വന്നു. അയാൾ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ടായിരുന്നു. അനന്തൻ അയാളോട് എന്തോ പറഞ്ഞ് പുറകിലേക്ക് നോക്കി. ഭദ്ര അവൻ്റെ പുറകിൽ തന്നെ നിൽപ്പുണ്ട്. പോയി ആവശ്യമുള്ളത് വാങ്ങിയിട്ട് വാ. അനന്തൻ പറഞ്ഞതും ഭദ്ര തലയാട്ടി. മാനേജർ കണ്ണുകൊണ്ട് കാണിച്ചതും ഒരു സെയിൽസ് ഗേൾ അനന്തൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അനന്തൻ ഭദ്രയെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. സെയിൽസ് ഗേൾ തലയാട്ടി ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. വാ ചേച്ചി. ഭദ്ര അനന്തനെ നോക്കി. അവൻ പോയിട്ട് വാ എന്ന് തലകൊണ്ട് കാണിച്ചു. അനന്തൻ അവിടെയുള്ള സോഫയിലിരുന്നു. മാനേജറും കൂടെയിരുന്നു. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അനന്തനെ എല്ലാത്തിനും തലയാട്ടുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ കാര്യമായി അനന്തനും തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഭദ്ര ഇടയ്ക്ക് സാരി എടുക്കുന്നതിനിടയ്ക്ക് ആനന്ദനെ നോക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചിങ്ങോട്ട്. ആനന്ദേട്ടൻ്റെ അനിയത്തിയാണോ? സെയിൽസ് ഗേൾ ചോദിച്ചു. ഭദ്ര സ്വയം ഒന്ന് നോക്കി. താലി സാരിയുടെ ഉള്ളിലാണ്. സിന്ദൂരം അപ്പോൾ മുഖം കഴിയുമ്പോൾ മാഞ്ഞു കാണുമോ? അല്ല, ഭാര്യ. ഭദ്ര അത് പറഞ്ഞിട്ട് മുഖം കൂട്ടി. സെയിൽസ് ഗേളിൻ്റെ മുഖം പെട്ടെന്ന് അതിശയം വരുന്നത് അവൾ അറിഞ്ഞു. ഭദ്ര എല്ലാം എടുത്ത് ബില്ലാക്കുമ്പോൾ സെയിൽസ് ഗേൾ മറ്റുള്ള സെയിൽസ് ഗേൾസിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരെല്ലാം ഭദ്രയെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഭദ്രയ്ക്ക് ദേഷ്യം വന്നു. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? താനെന്താ അന്യഗ്രഹ ജീവിയോ? മാം, ക്യാഷ്. ഭദ്ര ഞെട്ടി. അയ്യോ, ബില്ലിങ്ങിൽ നിൽക്കുന്ന ചെക്കനാണ്. ഒരു മിനിറ്റ്, ഹസ്ബൻഡ് ഇപ്പോൾ വരും. ഭദ്ര പറഞ്ഞപ്പോൾ അയാൾ തലയാട്ടി. ഭദ്ര അനന്തൻ ഇരുന്ന ഭാഗത്തേക്ക് നോക്കി. ഇല്ല, അവിടെ ഇല്ല. അയ്യോ. ഭദ്ര ചുറ്റും തിരിഞ്ഞു നോക്കി. ഇല്ല. അവളുടെ കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും അനന്തനെ തിരിഞ്ഞു ആരെയോ മുട്ടി ഭദ്ര ഉയർത്തി നോക്കി. അനന്തൻ. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് താലി വെറുതെ പിടിച്ചു. എന്താ നീ ഇവിടെ നിന്ന് തിരിയുന്നേ? അത് ബില്ല്. ക്യാഷ് ചോദിച്ചു. വാ. ഭദ്ര അവൻ്റെ പുറകെ നടന്നു. അനന്തനെ കണ്ട് ബില്ലിങ്ങിൽ നിൽക്കുന്ന ചെക്കൻ എഴുന്നേറ്റു. അയ്യോ അനന്തേട്ട, ഇത്. ചെക്കൻ നിന്ന് താളം ചവിട്ടുന്നുണ്ട്. എൻ്റെ ഭാര്യ. അയ്യോ ചേച്ചി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സോറി. അത് സാരില്ല. അനന്തൻ പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് നീട്ടി. ചെക്കൻ അത് വാങ്ങി കവർ തിരികെ കൊടുത്തു. ശരി. അനന്തൻ തലയാട്ടി പുറത്തേക്കിറങ്ങി. അനന്തൻ കവറെല്ലാം പുറകിൽ വെച്ചു. കാറിൽ കയറി. ഭദ്രയും കാർ പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയി. അനന്തൻ കാർ നിർത്തി ഇറങ്ങി. ഭദ്ര ചുറ്റും നോക്കി. ഒന്നും കാണാനില്ല. എന്താ ഇവിടെ? പാർക്കാണോ? കുട്ടികളുണ്ട്, കച്ചവടക്കാരുണ്ട്. അവൾ ഡോർ തുറന്നിറങ്ങിയതും ഒരു പ്രത്യേക ശബ്ദം കേട്ട് ഭദ്ര അതിശയത്തോടെ മുന്നിലേക്ക് നോക്കി. കടൽ. ജീവിതത്തിൽ ഈ 24 വയസ്സിനിടയ്ക്ക് ആദ്യമായാണ് കടൽ കാണുന്നത്. ഭദ്രയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അനന്തൻ അത് നോക്കിക്കാണുന്നുണ്ട്.
അനന്തൻ അവൾക്ക് നേരെ കൈനീട്ടി. ഭദ്ര അടക്കാനാവാത്ത സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ കൈകോർത്തു. അവൻ്റെ ഒപ്പം നടന്നു. അനന്തൻ കടലിലേക്ക് ഇറങ്ങി നിന്നു. ഒപ്പം ഭദ്രയും. അവരുടെ കാലുകളെ തിരകൾ പുണർന്നുകൊണ്ട് തിരികെ പോയി. ഭദ്ര ആസ്വദിക്കുകയായിരുന്നു. തിര വന്ന് കാലിൽ തൊടുന്നതും കാലിനടിയിലെ മണലൊലിച്ചു പോകുന്നതും അവൾ അതിശയത്തോടെ അനന്തനെ നോക്കി ചിരിച്ചു. അവളുടെ സന്തോഷം അനന്തൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. അവൾ കൈകൾ കൊണ്ട് തിരകളെ തൊടുന്നതും അത്ഭുതത്തോടെ കരയിൽ വരയ്ക്കുന്നതും അനന്തൻ കൈയും കെട്ടി നോക്കി നിന്നു.